കേരളത്തിൽ സാധാരണ 3 തരം പന വർഗ്ഗങ്ങളാണ് കാണുന്നത്. സാധാരണ ഒന്ന് എല്ലാവർക്കും പരിചയമുള്ള കരിമ്പന, പാലക്കാടിൻ്റെ പ്രശസ്തി നേടിയ അല്ലെങ്കിൽ പാലക്കാടിന് ഉപമിക്കുന്നത്. പിന്നെ ഈറുമ്പന, അതും അറിയാലോ, ആനയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന പട്ട. പിന്നെ മൂന്നാമത്തത് ഇതിന് കൊടമ്പന എന്നാണ് പറയുക. ഇത് സർവ്വസാധാരണ എല്ലായിടത്തിലും കാണില്ല. എന്താ കാരണം വെച്ചാൽ ഇത് ജലാംശമുള്ളിടത്തിൽ വളരാനാണ് ഇതധികം താല്പര്യപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതായത് നീർച്ചോലകളുടെ അടുത്ത് അല്ലെങ്കിൽ പാടവക്കത്ത്, പുഴയുടെ വക്കത്ത്, ഏതാണ്ട് അധികം ഇത് തോട്ടുവക്കത്തുകളിലാണ് ഇത് വളരുന്നത്. ഇതിന് ഈ പനകളിൽ ഏറ്റവും ഗാംഭീര്യം എന്ന് ഞാൻ പറയണത് പട്ട തണ്ട് കൊണ്ടാണ് കേട്ടോ, പനയുടെ തടി കൊണ്ടല്ല. കൂടിയ ഇത് ഈ കൊടമ്പനയ്ക്കാണ്. കൊടമ്പന ഒരു കർഷകന്റെ മിത്രമാണ് പണ്ടത്തെ, പ്രത്യേകിച്ച് നെൽകർഷകന്റെ. കാരണം ഇതിൻ്റെ പട്ട എടുത്തിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നെൽകൃഷിക്ക് മഴക്കാലങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മഴ കൊള്ളാതിരിക്കാനുള്ള വ്യത്യസ്ത തരത്തിലുള്ള കുടകൾ ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ പട്ട ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇതിൻ്റെ പട്ട അത്രയും വലുപ്പമാണ് ഇതിൻ്റെ പട്ട. പുരുഷന്മാർക്ക് തൊപ്പിക്കൊട എന്ന് പറയും, സ്ത്രീകൾക്ക് കുണ്ടംകൊട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവര് കുമ്പിട്ട് നിന്ന് പണിയെടുക്കുമ്പോൾ അവരെ മുഴുവനും മൂടും. അവരൊരു ലേശം പോലും നനയില്ല. പുരുഷന്മാർ തൊപ്പിക്കട പിന്നെയും കുറേശ്ശെ നനയും. അപ്പൊ അതിനൊക്കെ ഉപയോഗിച്ചേർന്നതാണ് അതിനൊന്നും ഉപയോഗിച്ചേർന്നത് ഇതിന്റെ പട്ടയാണ്. കാരണം ഇതിന് അത്രയും നല്ലൊരു വലിപ്പമുണ്ട്. മാത്രമല്ല ഓരോ ഇലകൾക്ക് നല്ല വീതിയുണ്ട്. അപ്പൊ ചോർച്ച കൂടാതെ നന്നായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കൊടപ്പനയുടെ തന്നെ വേണം. പിന്നെ ഇതിൻ്റെ തണ്ടാണ്. അതുപോലെ തൈയായിട്ട് ഉപയോഗിക്കുമ്പോൾ തൈത്തണ്ടുകളൊക്കെ ആയിട്ട് ഇത് കർഷകർ എന്താ പറയുക വാഴയ്ക്ക് ഊന്നായിട്ട് കൊടുത്തിരുന്നു. കണ്ടോ, 10-12 അടിയിലധികം നീളം ഉണ്ടാവും. ഇന്ന് മാത്രമല്ല ബലമുണ്ട്. അപ്പൊ കൃഷിക്കാരായിട്ട് നല്ലൊരു അടുപ്പുള്ള അല്ലെങ്കിൽ കർഷകന്റെ ഒരു ആവശ്യമുള്ള ഇതും കൂടിയാണ് ഈ കൊടപ്പന. പിന്നെ പറയണത് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇരുട്ട് കാരണം നമ്മുടെ നനച്ചേരികൾക്ക് ഇന്നൊക്കെ ഇപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ കുറഞ്ഞടങ്ങി. അവർക്ക് വസിക്കാൻ ഇതിൻ്റെ ഇരുട്ടിൽ തൂങ്ങി നിന്ന് പകലും മുഴുവൻ അവർ വിശ്രമിക്കും. അതാണ്. പിന്നെ ഇനി ഇതിൽ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ കൊടപ്പനയ്ക്ക് മറ്റു പനകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് നെറുകിൽ ഏറ്റവും ടോപ്പിൽ ഇതിന് 30 കഴിഞ്ഞ് കൊല വരും. അത് കൊലച്ചോട് കൂടിയിട്ട് ആ പനയുടെ ആയുസ് കഴിയും. അതൊരു കൊലച്ച് കണ്ട നല്ലൊരു ഭംഗിയുള്ളതാണ്. മാത്രമല്ല ആ കൊലക്കന്നെ 10-12 അടിയിലധികം ഉയരണ്ടാവും. 4 പുറത്തും ശാഖകളായിട്ട് അങ്ങനെയാണ് അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പല തരത്തിലുള്ള പക്ഷികൾ അത് തിന്നാൻ വരും. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എനിക്കിപ്പോൾ ഇത് കൊലക്കാത്തതുകൊണ്ട് കാണിച്ചു തരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ മറ്റു പനകളൊക്കെ കൊലച്ചാലും അതിൻ്റെ അവസാനമാവില്ല. ഇതിന് മറ്റു പനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു വിഷയം അതും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ തണ്ട് ചീന്തിയിട്ട് നല്ല ബലമുള്ള കയറുകൾ ഉണ്ടാക്കിയാണ്. അതായത് ആനക്കൂപ്പുകളിലേക്ക് പണ്ടൊക്കെ ഉപയോഗിച്ചാണ്. കാരണം അത് ഇതിൻ്റെ തണ്ട് ചീന്തി കഴിച്ച് വലിയ നീളത്തിലുള്ള ഇത് നാരോട് കൂടിയിട്ട്, ഇതിൻ്റെ തോല എന്ന് പറയുന്നത് മുഴുവൻ നാരാണ്. അത് പിരിച്ച് കയറുണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ കയറിന് നല്ല മഴയുണ്ട്. അത് മാത്രമല്ല അതിന് ബലമുണ്ട്. അപ്പൊ ആനയ്ക്ക് പലപ്പോഴും ആന എന്നാ പറയാ കടിച്ചിട്ടാണ് അത് വലിച്ചേറുന്നത്. അപ്പൊ ആനയ്ക്ക് വായയിൽ ഒരു മയം കിട്ടും. മാത്രമല്ല മുറിയിൽ ബലം ഫ്ലെക്സിബിളാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയട്ടെ, അതുപോലെ തന്നെ ബലം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഈ പന ഉപയോഗിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു സംരക്ഷിക്കേണ്ട ആവശ്യം കൂടിയാണ്.